ഹൃദയപൂർവ്വം സിനിമ ഞാൻ 2-3 പ്രാവശ്യം കണ്ട്. അപ്പോഴാണ് ഒരു ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. നെയ് റോസ്റ്റും മസാല ദോശയും എത്ര സാമ്യമുള്ളതാണ്, അത്ര തന്നെ റിലേറ്റഡാണ് വരനെ ആവശ്യമുണ്ടെന്ന സിനിമയും അതേപോലെ ഹൃദയപൂർവ്വം. എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരും അച്ഛനും മകനും ഒരു റൂമിലിരുന്നായിരിക്കും മിക്കവാറും 2 സിനിമയുടെയും തിരക്കഥ എഴുതിയിട്ടുണ്ടാകുക. കാരണം അതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം സെയിമാണ്. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ബട്ട് വിശ്വസിച്ചേ പറ്റൂ. ഒന്നാമത്തെ കാര്യം, ഈ 2 സിനിമയും നടക്കുന്നത് റിച്ച് പീപ്പിൾസ് ഓൺലി, അതായത് പണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ എബോവ് ആവറേജിന് മുകളിൽ സാമ്പത്തികമുള്ളവരുടെ ഇടയിൽ മാത്രം നടക്കുന്ന ഒരു കഥയാണ്. അപ്പോഴാണെങ്കിൽ കഥ മുന്നോട്ട് പോവുകയുള്ളൂ. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെ ഈ ചുറ്റുപാടിൽ സുഖസുന്ദരമായിട്ട് ജീവിച്ചു പോകുന്ന നായകന് ദേഷ്യമുണ്ട്. ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ദേഷ്യമാണ്. മോഹൻലാലും മറ്റേ അടുത്ത് സുരേഷ് ഗോപിയും. വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് അതിൽ 2 നായകന്മാരുണ്ട്, 2 ക്ലൈമാക്സ് ഉണ്ട്. അത് കുറച്ചും കൂടി എൻഗേജിങ് ആവാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ചെയ്തത്. പറഞ്ഞു വന്നത് 2 പേർക്കും ദേഷ്യമുണ്ട്. ഈ ദേഷ്യമുള്ള 2 പേരെ നിയന്ത്രിക്കാനായിട്ട് വേറെ 2 പേര്. വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ ജോണി ആൻ്റണി ആണെങ്കിൽ ഹൃദയപൂർവ്വത്തിൽ സംഗീത് പ്രതാപാണ് ആ റോള് കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. ഒന്നിൽ ഡോക്ടറാണ്, മറ്റേതിൽ നേഴ്സാണ്. അത്ര ഡിഫറൻസ് മാത്രം. ഇനി പറയാൻ പോകുന്നത്, ഈ സിനിമകളിൽ 2 സിനിമകളിലും ഫീൽ ഗുഡ് മൂവി ആണ് എങ്കിൽ അതിൽ ദുഷ്ടന്മാരുണ്ടാവില്ല. വലിയ ദുഷ്ടന്മാർ ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയില്ല, ബട്ട് 2 സിനിമയിലും വലിയ ദുഷ്ടന്മാരില്ല. വേറൊരു കാര്യമായിട്ട് വരുന്നത്, ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ലെങ്കിൽ സഹനടനോ സഹനടിക്കോ സിനിമ സീരിയൽ ഇതിലേതെങ്കിലുമൊക്കെ ആയിട്ട് കലാപരമായിട്ട് ഒരു ടച്ചുള്ള ആളായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ വരന ആവശ്യമുണ്ടെങ്കിൽ KPC ലളിത ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, സീരിയൽ ആർട്ടിസ്റ്റാണ്. എൻ്റെ ഹൃദയപൂർവ്വത്തിൽ ആ 3 പയ്യന്മാരെയും സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത് 2 സിനിമകളിലുമുള്ള ആർമിയായിട്ടുള്ള ബന്ധമാണ്. നമുക്കറിയാം സുരേഷ് ഗോപിയുടെ ബാക്ക്ഗ്രൗണ്ട്, സുരേഷ് ഗോപിയുടെ ഒരു ആർമിക്കാരനാണ്. അതുപോലെ തന്നെ ഹൃദയപൂർവ്വത്തിൽ ആർമിയായിട്ട് കാണിച്ചിട്ടുള്ളത് നായികയുടെ അച്ഛനെയാണ്. അതുപോലെ തന്നെ 2 സിനിമകളിലും നായികമാർ അല്ലെങ്കിൽ നായികമായിട്ട് ബന്ധപ്പെട്ടവർ ഒന്നിനും കൊള്ളാത്ത നായികമാരല്ല, അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള നായികമാരാണ്. ഇനി അടുത്ത സിനിമ ഇതുപോലെയാണെങ്കിൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പൊട്ടിയ പോലെ മിക്കവാറും ഇവരും പൊട്ടാനുള്ള സാധ്യത 100%. ഈ 2 സിനിമകളിലും മറ്റ് കഴിഞ്ഞുപോയ സിനിമകളിലെയോ അല്ലെങ്കിൽ സംഭവങ്ങളായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റെഫറൻസ് ഡയലോഗുകളുണ്ട്. അത് വരനാവശ്യമുണ്ട് എന്നതിലും ഉണ്ട്, ദേ പോയി ഇതാ വന്നു. അതുപോലെ ഹൃദയപൂർവ്വത്തിലും കമൻ്റൊന്നും ഇവിടെ വേണ്ട. 2 സിനിമകളിലും ചെറിയ റോളിലെത്തുന്ന വലിയ സംവിധായകർ. ഒന്നാമത്തെ സിനിമയിൽ ഫസ്റ്റ് സീനിൽ കാണിക്കുന്ന ലാൽ ജോസ് ആണെങ്കിൽ അടുത്തതിൽ ഇപ്പോൾ നമ്മുടെ ഹൃദയപൂർവ്വത്തിലാണെങ്കിൽ അത് ബേസിൽ ജോസഫാണ്. പിന്നെ വേറൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, 2 സിനിമകളിലും നായകൻ്റെ ഒരു ഫൈറ്റ് സീൻ ഉണ്ടാവും. ഫസ്റ്റ് മൊമെൻറ്റിൽ നായകൻ തോറ്റു കൊടുക്കും, അടുത്ത മൊമെൻറ്റിൽ നായകൻ തിരിച്ചടിക്കും. ഈ 2 കാര്യങ്ങളും ഫൈറ്റ് സീൻ നിർബന്ധമാണ്. വരനെ ആവശ്യമുണ്ടെന്ന സിനിമയിൽ സുരേഷ് ഗോപിക്കാണ് വരുന്നതിൽ, ഇതിൽ ഓൾറെഡി ഹൃദയപൂർവ്വത്തിൽ മോഹൻലാലാണ് വരുന്നത്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് നായകൻ തോറ്റു കൊടുക്കും, പിന്നെ നായകൻ എന്ത് ചെയ്യും, നല്ല രീതിക്ക് എല്ലാം. ഓക്കെ, നമ്മുടെ പണ്ട് നസീറിൻ്റെ സമയത്തൊക്കെ നായകന്മാരെല്ലാം പക്കയായിരുന്നു. ഈ 2 സിനിമകളിലും അങ്ങനെ തന്നെയാണ്, നായകന്മാർ പക്കയാണ്. അവർക്ക് യാതൊരു ദുശീലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ എങ്ങനെയുള്ള നായകന്മാരാണെന്ന് എനിക്ക് അറിയില്ല. മിക്കവാറും ഫീൽ ഗുഡ് സിനിമകളിൽ റിയലായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ പ്രേക്ഷകനാണെങ്കിലും അത് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലെ കാര്യങ്ങൾ. ഈ 2 സിനിമകളിലും അവസാനം ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു വേദിയിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി സംസാരിക്കുന്നത് നിർബന്ധമാണ്. കഥ പറയുമ്പോഴെന്ന സിനിമയിലെ ക്ലൈമാക്സിലെ പ്രസംഗ സീൻ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അത് അടിപൊളിയായിട്ട് സൂപ്പറായിട്ടാണ് മമ്മൂട്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് പിന്നീട് ഹോമിൽ കണ്ടു, പിന്നീട് ഈ 2 സിനിമകളിലും വ്യക്തമായിട്ട് കണ്ടു. എന്താണ് ഇതിൻ്റെ ആവശ്യം? ഫോർ വാട്ട്? ഹൃദയപൂർവ്വത്തിൽ
മോഹൻലാൽ ലാസ്റ്റായിട്ട് ഈ പരിപാടി അറേഞ്ച് ചെയ്യാനായിട്ട് ലാലു അലക്സിനെ സെറ്റ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രേക്ഷകനെ ഇവരെന്തിനാണ് ഇത്രയും കുറച്ച് കാണുന്നത്? പ്രേക്ഷകൻ എന്തുകൊണ്ട് ഒരു പുതിയ സിനിമ അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല? സത്യൻ അന്തിക്കാട് ഇത്രയും ടാലൻ്റായിട്ടുള്ള സംവിധായകനാണ്, ഓക്കെ, സമ്മതിച്ചു. ബട്ട് ലാസ്റ്റിൻ്റെ പുള്ളിയുടെ മകൻ ചെയ്ത് ഇത് പുള്ളി പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? പിന്നെ ലാലു അലക്സിൻ്റെ റോളിനെ കുറിച്ചാണ്. ഈ 2 സിനിമകളിൽ ലാലു അലക്സ് അത്രയും അനിവാര്യമായിരുന്ന ഒരു റോളായിരുന്നു. എന്തിനാണ് ലാലു അലക്സിൻ്റെ ആവശ്യം? എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാവശ്യമില്ല, വെറുതെ ഒരാവശ്യമില്ല. പകരം ഒരു പുതിയ ക്ലീശ ഇല്ലാത്തൊരു ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ. ഇത്രയും ഞാൻ കാര്യം പറഞ്ഞിട്ടുള്ളത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. ഇതിൽ ചിലപ്പോൾ തെറ്റുണ്ടാവാം, ഓക്കെ, എൻ്റെ ആംഗിൾ ഓഫ് വ്യൂ മാത്രം. നിങ്ങൾക്ക് വേറെ രീതിയിൽ തോന്നിയിരിക്കാം. എനിക്ക് തോന്നിയ അതേ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ഇടും. ഹോമിൽ തുടങ്ങി സ്ഥിരമായിട്ട് ഒരു പാറ്റേൺ ഉണ്ട് ഇപ്പോൾ ഫീൽ ഗുഡ് സിനിമകളിൽ. അതെല്ലാം മാറിയാലേ പറ്റുള്ളൂ. ഫീൽ ഗുഡ് സിനിമകൾക്ക് വേറൊരു നിർവചനം കൊണ്ടുവരണം, അല്ലെങ്കിൽ വേറൊരു ടെംപ്ലേറ്റ് കൊണ്ടുവരണം. ഇപ്പോഴുള്ള ടെംപ്ലേറ്റ് ഇത് ഔട്ട് ഓഫ് ഫാഷനായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യൻ അന്തിക്കാടിൻ്റെ ഒരു ടാലൻറ്റോ കാര്യങ്ങളോ വെച്ച് ചെയ്യാവുന്ന ഒരു സിനിമയല്ല ഇത്. ഇതിനേക്കാൾ നല്ല സിനിമ പുള്ളിക്ക് ചെയ്യാമായിരുന്നു. ബട്ട് ഫോർ വാട്ട്, എന്താ അറിയില്ല. കാര്യങ്ങളെല്ലാം നല്ലതാവട്ടെ, പുള്ളിക്ക് നല്ല സിനിമകൾ വരട്ടെ. ബട്ട് ഇനി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം 150% അടുത്ത സിനിമകൾ പൊട്ടും. ഇതേ പാറ്റേൺ വെച്ചിട്ടാണ് സത്യൻ അന്തിക്കാടും പുള്ളിയുടെ മകൻ അനൂപ് സത്യനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് വെച്ചാൽ 2 ആളും പെട്ടി പാക്ക് ചെയ്യേണ്ടി വരും.